കുഞ്ഞമ്മ. ഹലോ, ഫോൺ വലിയേട്ടന് കൊടുറാ. കൊടുത്തരാ. വലിയേട്ടാ ഫോൺ കുഞ്ഞമ്മാനാ. ഓ, ഒന്നും പറയണ്ടടാ കുഞ്ഞുഞ്ഞ്, രാവിലെ തുടങ്ങിയ നെട്ടോട്ടാ. അല്ലെന്നേ, ആ ഷൂട്ടിങ്ങുകാർക്ക് 10 ആനയെ കൊടുക്കണം. 9 ഇന്നലെ പോയി. 10ാമത്തെ നമ്മുടെ ശിവശങ്കരനുണ്ടല്ലോ, അവനെ കാലത്തെ വിട്ടാൽ മതി എന്ന് കരുതി. നേരം വെളുത്തപ്പം മുതൽ വിളിയോട് വിളി. ആ കോപ്പൻ മണിക്കൂട്ടം ഫോൺ ഓഫാക്കി വെച്ചിരിക്കുന്നു. ഇനി തപ്പാനൊരു സ്ഥലമില്ല. മണ്ണിലെ ദാസപ്പനാരുടെ പറമ്പിൽ നോക്കിയേ, തോട്ടുംകരയില് രാവിലെ പണപ്പെട്ടയായിട്ട് വരുമ്പോ അവിടെ മിന്നായം പോലെ ആനയെ കണ്ടായിരുന്നോ എന്നൊരു സംശയം. തോട്ടിൻകരയിലോ? ആനയോ? കോപ്പൻ. ആ വിട്ടടാ, ഇന്നവന്റെ മൂട്ടിൽ ഞാൻ തോട്ടിയാ കയറ്റും, കണ്ടോടാ. ആളൊക്കെ കൂടിയുണ്ടല്ലോ ഭഗവാനെ. കുറെ നേരമായിട്ട് ആന ഭയങ്കര വിളിയാ. വലിയേട്ടാ, വല്ല കുഴപ്പമുണ്ടാവോ? സാധിച്ച എന്റെ വടക്കുന്നാഥ മണിക്കുട്ടൻ നായര്. വല്യേട്ട, അവന്റെ നില എന്താന്ന് അറിഞ്ഞൂടാ. വേണ്ട, മയക്കുവേടിയായിട്ട് പണിക്കൽ സാറ് വരുന്നുണ്ട്, അടുക്കണ്ട. ശിവശങ്കര മോനെ, മാനം കെടുത്തരുതടാ. ആ മുണ്ട് കിടത്താടാ. ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല, ഒന്നും കിടത്താടാ. കളിക്കാതെ തന്നോട്ടാ മോനെ. ഇങ്ങോട്ട് താടാ കൃഷ്ണ. Move the camera, the lights on. Now gonna take a move. We gonna make it a hit. Take. സായും നീയും ഗായും മായും പായും ഹായും നീയും ഞാനും കൂടിച്ചേരും നേരമനുരാഗം. 1 2 3 4 5 6 7 8 8 തിരിയാത്തൊരു പ്രായം. എന്താ സാർ ആനകൾ ഇങ്ങോട്ട് തള്ളിവിട്ട്? അത് എന്താ നാടാ ഇത്? ആനകളെ മാറ്റണോ? എടാ, തനിക്ക് പറഞ്ഞ മനസ്സിലാവത്തില്ലയോ? ഷോർട്ട് സമയം വിളിക്കാൻ ഞാൻ 100 തവണ പറഞ്ഞല്ലോ. അങ്ങോട്ട് മാറിക്കണോ. ആരാ ഇതിന്റെ മാനേജര്? ഞാനാ പ്രൊഡക്ഷൻ കൺട്രോളർ. മാനേജർ ആരാണെന്നാണ് ചോദിച്ചത്. ഇയാള് മാനേജരാ, ഇവനും മാനേജരാ. എന്താ തന്ത ആരാണെന്ന് ചോദിച്ചാ ചൂണ്ടിക്കാണിക്കാൻ മുമ്പിലെടുത്തോ ഉണ്ടാവണം. അതില്ലാതെ പോയതാ നിന്റെയൊക്കെ കുഴപ്പം. തൊന്തയ്ക്ക് പറഞ്ഞിട്ടല്ലോ. പറഞ്ഞ നീ എന്തിയോടാ? നിങ്ങളുടെ പ്രശ്നം എന്താ? അത് പറ. ആനയ്ക്ക് കൊടുക്കാൻ പനംപെട്ട എവിടെ? പട്ടല്ലേ അവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്? എവിടെ? ആനയൊന്ന് 25 പനംപെട്ട, അല്ലെങ്കിൽ 40 തെങ്ങോല. തരകൻസിന്റെ ലെറ്റർ പാഡിൽ ലിസ്റ്റ് എഴുതി തന്നിട്ടില്ലടോ. എന്നിട്ട് താൻ എത്ര ഉണ്ടാക്കി? 5 ആനയ്ക്ക് കൂടി 25 പനംപെട്ട. പപ്പനാഭന്റെ പല്ലിയുടെ കുത്താൻ തികയിലിടോ. അതുപോട്ടെ, ലിസ്റ്റിലുണ്ടായിരുന്ന തണ്ണിമത്തൻ എവിടെ? വെള്ളരിക്ക എവിടെ? ഒന്നും വേണ്ട, പൊരുമേൽ നിൽക്കുന്ന ആനയ്ക്ക് മേലും നാവും നനയ്ക്കാൻ വെള്ളം ഇടണോ? അങ്ങനെ ജ്യൂസ് ജ്യൂസ് ജ്യൂസ്. നീയൊക്കെ നായയ്ക്ക് 40 വട്ടം ജ്യൂസ് വെള്ളനീരൊക്കെ അകത്താക്കുന്നുണ്ടല്ലോ. ഇതിന് കിറ്റ് വെള്ളം കൊടുത്താ ചേട്ടാ. ഇതുങ്ങള് നിങ്ങളെ മനുഷ്യജീവികളല്ലേടോ. എടാ, കുഞ്ഞുങ്ങളെ കൈവെള്ളി കൊണ്ടു നടക്കണ പോലെ തരകൻ സാധനങ്ങളെ കൊണ്ടു നടക്കണം. അറിയോ നിനക്ക്? നട്ടപ്ര വെയിലത്ത് ഈ ആനകളെ കൊണ്ട് നിർത്തിയിട്ട് മണിക്കൂർ ഒന്നായി. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാലിനടിയിലിടാൻ നനഞ്ഞ ചാക്കവിടറോ. കുഞ്ഞുങ്ങളോ? അതേടോ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളായി നിൽക്കുന്നേ. എടാ, തരകൻസിന്റെ ആനകൾ സിനിമയെ പിണ്ടവിടാൻ തുടങ്ങിയിട്ട് 10-40 വർഷമായി. 40 years. ഞങ്ങളുടെ താടാ നിന്റെ കളി. ഞാൻ ഇങ്ങനെ നോക്കിയേ, നീ ഏഷ്യാനെന്ന് കേട്ടിട്ടുണ്ടാ? 101 ആനകളെ തീവണ്ടിയിൽ ഡൽഹിയിൽ കൊണ്ടുപോയിട്ട് റെഡ് ഫോർട്ടിന്റെ മുന്നിലെ ചറപ്പറാന്ന് ചിഹ്നം വിളിപ്പിച്ചു വരാൻ ഞങ്ങള് തൃശ്ശൂർക്കാര്. ആ ഞങ്ങളുടെ അടുത്ത് നീ സിനിമാക്കാരന്റെ കൂടെ ആയിപ്പറക്കുക. പെറ്റ തള്ളയ്ക്കുന്നൊന്നാ ഞങ്ങൾ സഹിക്കും. പക്ഷെ ആനയുടെ കണ്ണു നിറഞ്ഞാണ്ടല്ലോ സഹിക്കില്ല. തിരുവമ്പാടി മാത്രം തരകൻ എന്റെ പുന്നാരെ അളിയൻ ഇപ്പോഴും ഇങ്ങോട്ട് വരും. അതിനു മുമ്പ് പ്രശ്നങ്ങൾ തീർത്തില്ലേണ്ടല്ലോ. എല്ലാരും അഴിയെണ്ണു, അഴി അഴി അഴി. എന്താ മിസ്റ്റർ, എന്റെ മോളൊരു ജ്യൂസ് ചോദിച്ചിട്ട് മണിക്കൂർ ഒന്നായി. അവൾ ഇതുവരെ വെയിലത്ത് നിന്ന് വാടിയതാ. ഏതാ നിങ്ങളുടെ ആന? ആനയോ? ഞാൻ ഹീറോയിന്റെ അപ്പനാടോ. എന്താ? നായികയുടെ വാലാന്ന്. അയ്യരി, ആനക്കരുതുണ്ടോ ചേരക്കാര്യം. എന്താ മോളെ, എന്ത് പറ്റി? എന്താ എന്ത് പറ്റി മോളെ? എന്താണോ? വലിയേട്ട് നമ്മുടെ ആംബുലൻസ് സാധനം കണ്ട് ആ വണ്ടിക്കകത്തോട്ട് കയറുതാ. അതിനകത്ത് നായിക തുണിമാരുന്നു. ഈ വലിയേട്ടന്റെ ഒരു കാര്യം.
ഹലോ, എന്തേ DSF ദുബായില് അപ്പൻ ഏ? വല്യേട്ടൻ ഹാർട്ട് അറ്റാക്ക് അഭിനയിച്ചത് നന്നായി. സിനിമക്കാരുടെ തല്ലുകൊള്ളാൻ രക്ഷപ്പെട്ടു. എന്റെ പുള്ളിയാളാ, ഇത്ര പെട്ടെന്ന് എത്തിയോ? മോനെടാ. ആ പുതപ്പിൽ തന്നെ പുതപ്പിച്ച് കിടത്ത്. എന്താടാ എന്തുടാ? പ്രൊഡക്ഷൻ കൺട്രോളർ അല്ലേ ഈ വരുന്നുണ്ട്. എവിടെ? ഡയറക്ടർ നമ്മുടെ നടിയുടെ അച്ഛൻ. അതെ